ഞാനങ്ങനെ ടെൻഷൻ എടുക്കേണ്ട ആളല്ല. ഭയങ്കര കൂളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ വലിയ ഈഗോയൊന്നുമില്ല. ലാലിൻ്റെ കൂടെ അഭിനയിക്കും. വേറെ അധികം പടങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല. രണ്ടാമത്തെ പടം എന്ന് പറയാം, പഠിക്കുന്ന രണ്ടാമത്തെ പടം. അപ്പോൾ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ലാലിൻ്റെ പ്രോത്സാഹനം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ഒരു സീനിയർ ആർട്ടിസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ആ സപ്പോർട്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അഴിഞ്ഞാട്ടമായിരുന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂവിയിൽ എങ്ങനെ? ഇപ്പോൾ കിരീക്കാടൻ ജോസും ഭീമൻ രഘു സ്ഫടികം ജോസ്, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുടുംബചിത്രം പോലെ ഞങ്ങൾ എൻജോയ് ചെയ്തൊരു പടം. അത് ഞങ്ങൾ അഭിനയിക്കാന്നൊരു തോന്നിയില്ല, അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. ഇൻഡസ്ട്രി വളരുകയാണ്, മലയാളം മൂവി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പത്തെ മൂവി അല്ല ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. അല്ലാതെ സ്റ്റാൻഡേർഡ് അഭിനേതാക്കൾ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്, ടെക്നിക്കൽ ഇത് കൂടിയിട്ടുണ്ട്, കാണികളുടെ നിലവാരം കൂടിയിട്ടുണ്ട്. ഒരു സമയത്ത് മലയാളികളെ ഒരുപാട് വിറപ്പിച്ച് നിർത്തിയ ഒരാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. മറ്റാരുമില്ല, സ്ഫടികം ജോസ് സാറാണ്. വെൽക്കം ടു മാത്സ് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ മുംബൈ സെഞ്ചുറിയുടെ പടത്തിന്റെ ഒരു പ്രൊമോഷനാണ്, ഫ്രണ്ട്ഷിപ്പ് എന്ന പടത്തിന്റെ വീഡിയോ വന്നതാണ്. നിങ്ങളെ കണ്ടുപിട്ടി സന്തോഷം. സോ എന്റെ എന്താ പറയാ, ഒരുപാട് ഒരു നാളില് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് കണ്ടൊരു ആളാണ്. പിന്നെ അതൊരു കോമഡിയിലോട്ട് മാറി. ഇപ്പം ഡയറക്റ്റ്ലി സംസാരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷെ ഭയങ്കര കൂളായ ആളാന്നൊക്കെ തോന്നുന്നു. അതെ അതെ, ഞാനങ്ങനെ ടെൻഷൻ എടുക്കേണ്ട ആളല്ല. ഭയങ്കര കൂളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ വലിയ ഈഗോയൊന്നുമില്ല. നമ്മള് മൂവിയിൽ കാണുമ്പോഴൊരു സ്ഫടികം ജോർജും നേരിട്ടാണ് സ്ഫടികം ജോർജും വ്യത്യാസമുണ്ട്. നമ്മുടെ റിയൽ ലൈഫാണ്, മറ്റേ മൂവി എന്ന് പറഞ്ഞ ആക്ടിങ് ആണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇപ്പോ ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ബേസ് ചെയ്തിട്ട് വന്നതല്ലേ, അപ്പൊ ആ ഒരു സിനിമയെ പറ്റി ഒന്ന് പറയാമോ? ഫ്രണ്ട്ഷിപ്പ് എന്ന സിനിമ ഞാൻ ഹീറോയിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ സാധുവായിട്ടൊരു മനുഷ്യൻ. അപ്പം നല്ല രീതിയിൽ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നു. മക്കളുടെ ഫ്രണ്ട്ഷിപ്പ് വഴി വഴിതെറ്റി പോകുന്നു. അതിന്റെ പോലീസിന്റെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകുന്നു. ആ കേസ് തെളിയിക്കുന്നു. അതിൽ എൻ്റെ മോള് അതിൽ പ്രതിയാവുന്നു. അങ്ങനെ ഒരു സംഭവം ട്വിസ്റ്റ് ഉണ്ട് പടത്തിനകത്ത്. അത് മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല, കാരണം മൂവി റിലീസ് ആകുമ്പോഴത്തേക്കും കാണേണ്ടതാണ്. അപ്പോൾ അത് നല്ലൊരു സിനിമയാണ്. യുവാക്കളുടെ, യുവതികളുടെ കഥകൾ പറയുന്നത് 6 ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. അത് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പാരന്റ്സിന് ഭയങ്കര ടെൻഷനാണ്. എന്താവും ഇപ്പൊ ഡ്രഗ്സും അല്ലെങ്കിൽ ബാക്കി കൂട്ടിട്ട് എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ട്രാക്കിംഗ് ഉണ്ടാവും. ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ പോക്ക് എങ്ങനെ ശരിയാണോ. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, കഞ്ചാവ്, ഇങ്ങനെ ഈ ഒരു മാഫിയ ഗ്രൂപ്പിന്റെ പിടിയിൽ എപ്പോഴാണ് പിള്ളേർ പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ആൾക്കാർ പോകുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ മാക്സിമം മീഡിയാസ് വഴി അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അതൊക്കെയാണ് ഈ സിനിമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി. അപ്പോൾ ഈ ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ പറയാറുണ്ട് സിനിമ ഭയങ്കര നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ. ഒരിടക്ക് അത് വന്നപ്പോൾ സിനിമ ആൾക്കാരെ ബാഡായ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വയലൻസ് കൂടുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ ഇപ്പോഴത്തെ സിനിമ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ 2 കാലഘട്ടത്തിലും സാറ് സിനിമ ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു ആ ഒരു ഡിഫറൻസ്? 2 കാലഘട്ടത്തിലും വയലൻസ് ഉണ്ട്. ഇപ്പോൾ വയലൻസ് കുറവാണെന്ന് എനിക്ക് പറയാം. ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ പഴയ സീനിയർ വില്ലന്മാരൊക്കെ ചെയ്യുന്ന വയലൻസ് ഭയങ്കര അതിഭീകരമായ വയലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും വയലൻസ് ഒന്നും ഇപ്പോൾ ഇല്ല, സിനിമയില്ല. വയലൻസ് ഉണ്ട്, ഇല്ലാതില്ല. എന്നാലും 2 ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. 2 കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. നടന്മാരുടെ പ്രത്യേകതയുണ്ട്, കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഈ സോഷ്യൽ ഇതിവൃത്തങ്ങളുടെ വ്യത്യാസമുണ്ട്, കഥ പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യത്യസ്തമായ രീതിയിൽ പുതിയ കഥാതന്തുക്കൾ കണ്ടെത്തി അതിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സിനിമ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് പല കുട്ടികളിലും വരുന്നത് എന്നുള്ള യോജിക്കുന്നുണ്ട്? ഇല്ല, അതില്ല. കുട്ടികൾ സിനിമ കാണണം, നല്ലതും ചീത്തയും തിരിച്ചറിയണം. കാരണം നല്ലതറിഞ്ഞാൽ ചീത്ത അറിയാൻ പറ്റുമോ, ചീത്ത അറിഞ്ഞാൽ നല്ലതറിയാൻ പറ്റും. അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞിട്ട് നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക, ചീത്തയത് തള്ളിക്കളയാം. അത്രേ ഉള്ളൂ. സാർ നേരത്തെ പറഞ്ഞാലും ഇപ്പൊ ലാലേട്ടൻ്റെ ഒപ്പം സ്ഫടികം എന്ന് പറയുന്ന മൂവിയിൽ വന്നപ്പോൾ സാർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെയാണ്, സാറായിരുന്നു ജൂനിയർ എന്നുള്ള രീതിയിൽ.
അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് ലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ വേറെ അധികം പടങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല. രണ്ടാമത്തെ പടം എന്ന് പറയാം, പഠിക്കുന്ന രണ്ടാമത്തെ പടം. അപ്പോൾ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ലാലിൻ്റെ പ്രോത്സാഹനം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ഒരു സീനിയർ ആർട്ടിസ്റ്റ് സപ്പോർട്ട് എന്ന് ഭയങ്കരമാണ് ആ സപ്പോർട്ട്. പറ്റില്ല. അപ്പോൾ അതേപോലത്തെ പ്രോത്സാഹനങ്ങളാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിന്നത്. അതെനിക്ക് ഭയങ്കര പ്രോത്സാഹനമായി. പിന്നെ ഇപ്പൊ ലാലേട്ടൻ്റെ ഒപ്പം തന്നെ വേറൊരു മൂവിയില് ഇപ്പൊ സ്ഫടികത്തിൽ സീരിയസ് ആയിരുന്നു, പിന്നെ ഒരു കോമഡി എന്നുള്ള രീതിയിൽ 3 വില്ലന്മാര് വന്നിട്ടൊരു മൂവി ഉണ്ട്, ഹലോ എന്ന് പറഞ്ഞ മൂവി. അതെന്ന് വെച്ചാല് ഇപ്പോഴും ആൾക്കാരും ആഘോഷിക്കുന്ന ഒരു മൂവിയാണ്. അങ്ങോട്ട് ആ ഒരു പാട്ടിലൊക്കെ ഒരു മൊത്തം ഇപ്പത്തെ ഒരു ട്രെൻഡിൽ അഴിഞ്ഞാട്ടമായിരുന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂവിയിൽ എങ്ങനെ ഇപ്പൊ കിരിക്കാടൻ ജോസും ഭീമൻ രഘു സ്ഫടികൻ ജോസ് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുടുംബചിത്രം പോലെ ഞങ്ങൾ എൻജോയ് ചെയ്തൊരു പടം. അത് ഞങ്ങൾ അഭിനയിക്കാന്നൊരു തോന്നിയില്ല, അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു. ഒരു ജീവിതം പോലെ തന്നെ അങ്ങ് പോയി. ഒരു കാലത്ത് വിറപ്പിച്ച 3 വില്ലന്മാരും പിന്നെ ഒരു കോമഡിയിലോട്ട് വരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതെ, അഭിനയിച്ചവർക്കും അതെ, കണ്ടവർക്കും അതെ. ഇപ്പൊ മലയാളം മൂവിയിൽ എടുത്ത് നോക്കിയാലും സീരിയസ് ആയിട്ട് സീരിയസ് റോൾ ചെയ്തവരൊക്കെ കോമഡി ചെയ്യുന്നു. അപ്പോൾ സോറും ആ ഒരു ചേഞ്ച് ഇപ്പോൾ മായാമോഹിനിയിലും കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ചേഞ്ചിലോട്ട് വന്നപ്പോൾ സാറിന് അത് വർക്കാവുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഞാൻ അഭിനയിക്കുമ്പോൾ ടെൻഷൻ പറ്റില്ല. വളരെ ഈസി ആയിട്ട് വരെയൊക്കെ കയറി ചെയ്യും. കാരണം അത് നമ്മുടെ ഒരു പാഷനാണല്ലോ അഭിനയം എന്നുള്ളത്. അതുകൊണ്ട് ഉള്ളിലുള്ളതുകൊണ്ട് കഥാപാത്രത്തെ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുന്ന ടെൻഷനൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരുപാട് മൂവി അല്ലെങ്കിൽ മലയാളം മൂവി എന്ന് പറയുന്നത് തന്നെ മലയാളം ഇൻഡസ്ട്രി തന്നെ വേറൊരു ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒരുപാട് ന്യൂ അവാർഡ്സ് വന്നു. ഡിസ്കസ് ചെയ്യണം മലയാളം മൂവീസ്. ഇപ്പോൾ ലോകമൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന മൂവിയായി മാറി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മലയാളം മൂവിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് ഇൻഡസ്ട്രിയുടെ വളർച്ചയെ പറ്റി. ഇൻഡസ്ട്രി വളരുകയാണ്, മലയാളം മൂവി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പത്തെ മൂവി അല്ല ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. അല്ലാതെ സ്റ്റാൻഡേർഡ് അഭിനേതാക്കൾ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്, ടെക്നിക്കൽ ഇത് കൂടിയിട്ടുണ്ട്, കാണികളുടെ നിലവാരം കൂടിയിട്ടുണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിലവാരം കൂടി. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വളരട്ടെ, വളരെ ഉയരങ്ങളിലേക്ക് ഉയരിട്ട് പോട്ടെ. ഇപ്പൊ ഈ മൂവി കഴിഞ്ഞിട്ട് പുതിയ മൂവീസ് വരുന്നുണ്ടോ? പുതിയ മൂവീസ് വരുന്നുണ്ട്, അത് കൺഫേം ആയിട്ടില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ന്യൂ കമേഴ്സ്, മലയാളം മൂവീസിലോട്ട് വരുന്ന ന്യൂ കമേഴ്സിനോട് പറയാനുള്ളത്? ആര് വന്നാലും ശരി, ഇതൊരു ഡെഡിക്കേഷനായിട്ട് എടുക്കണം. അഭിനയം ഒരു കല മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ കൂടെ നമുക്ക് വിജയിക്കണം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചിന്തയെ വളർത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നന്ദി. താങ്ക് യു.